ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറിൻ ജഡ്ജ്മെൻറ്റ് അണ്ടർ സിവിൽ പ്രൊസീജിയർ കോഡ് 1908 കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. ഡയറക്റ്റായിട്ട് ഫോറിൻ ജഡ്ജ്മെൻറ്റിലോട്ട് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഒരു ഫോറിൻ കോർട്ട് എന്നുള്ളത് നോക്കാം. സെക്ഷൻ 2 ക്ലോസ് 5 ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡിൻ്റെ അണ്ടറിലാണ് ഫോറിൻ കോർട്ട് എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. Foreign court as a court situated outside India and not established or continued by the authority of the central government. ഒരു ഫോറിൻ കോർട്ട് അല്ലെങ്കിൽ ഫോറിൻ കോടതി എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോടതിയായിരിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു കോടതിയായിരിക്കാം. സോ സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യാത്തതായിട്ടുള്ളതോ അതല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് സിറ്റുവേറ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള കോടതികളെയാണ് നമ്മൾ ഫോറിൻ കോർട്ട് എന്ന് പറയുന്നത്. സെക്ഷൻ 2 ക്ലോസ് 6ൻ്റെ അണ്ടറിലാണ് എന്താണ് ഫോറിൻ ജഡ്ജ്മെൻറ്റ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. സോ ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ദ ഫോറിൻ കോർട്ട്, ഒരു ഫോറിൻ കോടതിയുടെ ജഡ്ജ്മെൻറ്റിനെയാണ് നമ്മൾ ഫോറിൻ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഫോറിൻ കോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് സിറ്റുവേറ്റ് ചെയ്യുന്നതായിട്ടുള്ളതോ അതല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യാത്തതോ ആയിട്ടുള്ള കോടതികളാണ്. സോ അങ്ങനെയുള്ള കോടതികൾ പാസ് ചെയ്യുന്ന ജഡ്ജ്മെൻറ്റിനെ പറയുന്ന പേരാണ് ഫോറിൻ ജഡ്ജ്മെൻറ്റ്. സെക്ഷൻ 11 ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡ് അണ്ടറിലാണ് ഡോക്ട്രിൻ ഓഫ് റെസ് ജുഡിക്കാറ്റയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. റെസ് ജുഡിക്കാറ്റ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ കേസിൻ്റെ മുകളിൽ ഒരു കോമ്പിറ്റൻറ്റ് കോർട്ട് ഓൾറെഡി ഒരു ജഡ്ജ്മെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ സെയിം കേസ് വേറൊരു കോടതിയുടെ മുൻപിൽ നമുക്ക് സബ്സിക്വൻറ്റ് ലിറ്റിഗേഷൻ ആയിട്ട് മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കേസ്, അതായത് ഓൾറെഡി ഒരു കോമ്പിറ്റൻറ്റ് കോർട്ട് ജഡ്ജ്മെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു കേസ് വീണ്ടും മറ്റൊരു കോടതിയുടെ മുൻപിൽ നമുക്ക് ലിറ്റിഗേഷന് വേണ്ടിയിട്ട് സമർപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് റെസ് ജുഡിക്കാറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഡോക്ട്രിൻ ഓഫ് റെസ് ജുഡിക്കാറ്റയും ഫോറിൻ ജഡ്ജ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നുള്ളത്. ആക്ച്വലി ഒരു ഫോറിൻ ജഡ്ജ്മെൻറ്റും റെസ് ജുഡിക്കാറ്റ ആയിട്ട് തന്നെയാണ് സാധാരണ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു കോമ്പിറ്റൻറ്റ് ഫോറിൻ കോർട്ട് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് മാറ്ററിൻ്റെ മുകളിൽ അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കേസിൻ്റെ മുകളിൽ ഒരു ജഡ്ജ്മെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ സെയിം കേസ് ഇന്ത്യയിലെ മറ്റുള്ളൊരു കോടതിയുടെ മുൻപിൽ നമുക്ക് വന്നിട്ട് ലിറ്റിഗേഷനായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അതായത് വീണ്ടും സബ്സിക്വൻറ്റ് ലിറ്റിഗേഷനായിട്ട് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കേസ് നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റില്ല. അതാണ് ഈ ഫോറിൻ ജഡ്ജ്മെൻറ്റും റെസ് ജുഡിക്കാറ്റയും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് നമ്മൾ ഫോറിൻ ജഡ്ജ്മെൻറ്റും റെസ് ജുഡിക്കാറ്റയും തമ്മിലുള്ള റിലേഷൻ. സോ ജനറൽ റൂൾ പ്രകാരം ഒരു ഫോറിൻ ജഡ്ജ്മെൻറ്റും റെസ് ജുഡിക്കാറ്റ ആയിട്ട് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബട്ട് സെക്ഷൻ 13ൻ്റെ അണ്ടറിൽ കുറച്ച് കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 6 കണ്ടീഷൻസ് സെക്ഷൻ 13 ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡിൻ്റെ അണ്ടറിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും അവിടെ സാറ്റിസ്ഫൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പോലും ഈ ഫോറിൻ ജഡ്ജ്മെൻറ്റ് റെസ് ജുഡിക്കാറ്റ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യില്ല. അതായത് സെക്ഷൻ 13ൻ്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഫോറിൻ ജഡ്ജ്മെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ആ സെയിം കേസ് ഇന്ത്യയിലുള്ള മറ്റുള്ളൊരു കോടതിയുടെ മുൻപാകെ നമുക്ക് വീണ്ടും ലിറ്റിഗേഷനായിട്ട് കൊണ്ടുവരാവുന്നതാണ്. അതാണ് സെക്ഷൻ 13ൽ പറഞ്ഞിട്ടുള്ളത്. സോ ജനറൽ റൂൾ പ്രകാരം ഒരു ഫോറിൻ ജഡ്ജ്മെൻറ്റ് റെസ് ജുഡിക്കാറ്റ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യും. ബട്ട് സെക്ഷൻ 13ൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പോലും ആ ഫോറിൻ ജഡ്ജ്മെൻറ്റ് റെസ് ജുഡിക്കാറ്റ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യില്ല. സോ ഇനി നമുക്ക് സെക്ഷൻ 13ൻ്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ള ആ 6 കണ്ടീഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് ഇൻകോമ്പിറ്റൻറ്റ് ജൂറിസ്ഡിക്ഷൻ where it has not been pronounced by court of competent jurisdiction. അതായത് നമ്മൾ സെക്ഷൻ 9 ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡിൻ്റെ അണ്ടറിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കോടതിയുടെ ജൂറിസ്ഡിക്ഷനെ നമ്മൾ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് പെക്യൂണിയറി ജൂറിസ്ഡിക്ഷൻ, സബ്ജക്ട് മാറ്റർ ജൂറിസ്ഡിക്ഷൻ, അതുപോലെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ, അപ്പലറ്റ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. സോ അങ്ങനെ 4 ആയിട്ടാണ് ഒരു കോടതിയുടെ ജൂറിസ്ഡിക്ഷനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്.
സോ ഒരു പെർട്ടിക്കുലർ കോർട്ടിന് ഒരു കേസിന്റെ മുകളിൽ ജഡ്ജ്മെന്റ് പാസ്സാക്കാനുള്ള ജൂറിസ്ഡിക്ഷൻ ഇല്ല. അതായത് അവർ ഒരു പെർട്ടിക്കുലർ കേസിന്റെ മുകളിൽ ജഡ്ജ്മെന്റ് പാസ്സാക്കാൻ കോമ്പിറ്റന്റ് അല്ല. എന്നിട്ട് ഇത് അറിഞ്ഞുകൊണ്ട് പോലും, അതായത് അവർ കോമ്പിറ്റന്റ് അല്ലാഞ്ഞിട്ട് പോലും അവരെന്ത് ചെയ്യാണ്, ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് മാറ്ററിന്റെ മുകളിൽ ജഡ്ജ്മെന്റ് പ്രൊനൗൺസ് ചെയ്യുകയാണ്. സോ അങ്ങനെ പ്രൊനൗൺസ് ചെയ്തിട്ടുള്ള ഒരു ജഡ്ജ്മെന്റിനെ നമ്മൾ കൺക്ലൂസീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അതല്ലെങ്കിൽ ഇൻകോമ്പിറ്റന്റ് ജൂറിസ്ഡിക്ഷൻ ഉള്ള ഒരു കോർട്ട് ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് മാറ്ററിന്റെ മുകളിൽ പാസ്സാക്കുന്ന ഒരു ജഡ്ജ്മെന്റിനെ നമ്മൾ റെസ് ജുഡിക്കാറ്റ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അതർവൈസ് അതിനെ നമ്മൾ കൺക്ലൂസീവ് ജഡ്ജ്മെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. രണ്ടാമതായിട്ട് where it has not been given on the merits of the case. അതായത് കേസിന്റെ മെറിറ്റ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഫോറിൻ കോർട്ട് ഒരു ജഡ്ജ്മെന്റ് പാസ്സാക്കിയിട്ടുള്ളതെങ്കിൽ ആ ഫോറിൻ ജഡ്ജ്മെന്റിനെ നമ്മൾ കൺക്ലൂസീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അതർവൈസ് ആ ഫോറിൻ ജഡ്ജ്മെന്റ് റെസ് ജുഡിക്കാറ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യില്ല. സോ എന്താണ് ഈ മെറിറ്റ് ഓഫ് ദ കേസ്? ആക്ച്വലി സിവിൽ കേസിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണ് ക്രിമിനൽ കേസിന്റെ മെറിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സിവിൽ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏത് പാർട്ടിയാണ് കൂടുതൽ ഫേവറബിൾ എവിഡൻസ് ഹാജരാക്കിയിട്ടുള്ളത് അയാൾക്ക് അനുകൂലമായിട്ടാണ് കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ടാവുക. അതായത് ഒരു പെർട്ടിക്കുലർ കേസിന് എവിഡൻസ് ഹാജരാക്കുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് എ എന്നുള്ള ഒരു പാർട്ടിയാണ് ബി എന്ന പാർട്ടിയെക്കാട്ടിലും കൂടുതൽ ഫേവറബിൾ എവിഡൻസ് സമർപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ എ എന്നുള്ള പേഴ്സണ് അനുകൂലമായിട്ടായിരിക്കും കോടതിയുടെ ജഡ്ജ്മെന്റ്. എന്നാൽ ഒരു ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മെറിറ്റ് എന്ന് പറയുന്നത് അക്യൂസ്ഡിനെ കൺവിക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് റീസണബിൾ ഡൗട്ട്സിന്റെ ബിയോണ്ട് ആയിട്ട് പ്രൂവ് ചെയ്യണം. അതായത് ഇയാൾ ഈ ഒരു പെർട്ടിക്കുലർ ക്രൈം കമ്മിറ്റ് ചെയ്തു എന്നുള്ളത്. അതായത് വെറുതെ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ വെറുതെ ഒരു സംശയമോ മാത്രം പോരാ ഒരു പേഴ്സണെ നമുക്ക് കൺവിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് റീസണബിൾ ഡൗട്ടിന് ബിയോണ്ട് ആയിട്ട് അവിടെ പ്രൂവ് ചെയ്യാൻ കഴിയണം ഇയാൾ ഈ ഒരു പെർട്ടിക്കുലർ ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ അതാണ് സിവിൽ കേസിന്റെയും ക്രിമിനൽ കേസിന്റെയും മെറിറ്റുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം. അതായത് സിവിൽ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏത് പേഴ്സണാണ് കൂടുതൽ എവിഡൻസ് അല്ലെങ്കിൽ പ്രൂഫ് ഹാജരാക്കിയിട്ടുള്ളത്, അതായത് ഫേവറബിൾ പ്രൂഫ് അല്ലെങ്കിൽ എവിഡൻസ് ഹാജരാക്കിയിട്ടുള്ളത് അയാൾക്ക് അനുകൂലമായിട്ടായിരിക്കും വിധി പറയുന്നുണ്ടാവുക. ബട്ട് ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അക്യൂസ്ഡിനെ കൺവിക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ റീസണബിൾ ഡൗട്ടിന് ബിയോണ്ട് ആയിട്ട് അയാൾ ചെയ്തിട്ടുള്ള ആ ക്രൈം അവിടെ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് where it appears on the face of the proceeding to be founded on an incorrect view of international law or a refusal to recognize the law of India in cases which such law is applicable. മൂന്നാമത്തെ കണ്ടീഷനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ ഫോറിൻ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർനാഷണൽ ലോനെ തെറ്റായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതോ അതല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ലോസിനെ റെസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലോ ആണ് പാസ്സാക്കിയിട്ടുള്ളതെങ്കിലും അതിനെ കൺക്ലൂസീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അതായത് ഇന്റർനാഷണൽ ലോനെ തെറ്റായിട്ടുള്ള രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിലോ അതല്ലെങ്കിൽ ഇന്ത്യൻ ലോനെ ഒരു ഡിസ്റെസ്പെക്ട്ഫുള്ളി ട്രീറ്റ് ചെയ്തുകൊണ്ടാണോ ഈ ഒരു ജഡ്ജ്മെന്റ് പാസ്സാക്കിയിട്ടുള്ളതെങ്കിലും ഈ ഒരു ഫോറിൻ ജഡ്ജ്മെന്റിനെ കൺക്ലൂസീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. നാലാമതായിട്ട് were the proceeding in which the judgment was obtained or opposed to natural justice. നാലാമത്തെ കണ്ടീഷനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഫോളോ ചെയ്യാത്ത രീതിയിലാണ് പാസ്സാക്കിയിട്ടുള്ളതെങ്കിൽ, അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിലാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ഡോക്ട്രിൻ ഓഫ് ബയാസ് അതുപോലെ തന്നെ ഓഡി ആൾട്രം പാർട്ടം ഈ രണ്ട് പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്യാത്ത രീതിയിലാണ് ഈ ജഡ്ജ്മെന്റ്, അതായത് ഈ ഫോറിൻ കോർട്ട് ഈ ജഡ്ജ്മെന്റ് പാസ്സാക്കിയിട്ടുള്ളതെങ്കിൽ പോലും ഈ ഒരു പെർട്ടിക്കുലർ ജഡ്ജ്മെന്റിനെ നമ്മൾ കൺക്ലൂസീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസുകൾ
പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും. സോ ഇവിടെ ഞാൻ ജസ്റ്റ് അത് മെൻഷൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഫോളോ ചെയ്യാത്ത രീതിയിലാണ് ഈ ഫോറിൻ കോർട്ട് ജഡ്ജ്മെന്റ് പാസ്സാക്കിയിട്ടുള്ളതെങ്കിൽ ആ ജഡ്ജ്മെന്റിനെ നമ്മൾ കൺക്ലൂസീവായിട്ട് ട്രീറ്റ് ചെയ്യില്ല. അഞ്ചാമതായിട്ട് വേർ ഇറ്റ് ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ് ബൈ ഫ്രോഡ്. ഓപ്പോസിറ്റ് പാർട്ടിയെ ഡിസീവ് ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഫാക്റ്റിൽ പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ഒളിപ്പിച്ചു വെച്ചുകൊണ്ടോ അതല്ലെങ്കിൽ തെറ്റായ പ്രോമിസ് നൽകിക്കൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തിക്കൊണ്ടോ ആണ് ഈ പെർട്ടിക്കുലർ ജഡ്ജ്മെന്റ് ഈ ഒരു പാർട്ടി കോടതിയുടെ കയ്യിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളതെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ ഫോറിൻ ജഡ്ജ്മെന്റിനെ നമ്മൾക്ക് കൺക്ലൂസീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഫോറിൻ കോർട്ടിന്റെ ജഡ്ജ്മെന്റ് ഫ്രോഡ് വഴിയാണ് ഈ ഒരു പാർട്ടി ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു ഫോറിൻ ജഡ്ജ്മെന്റിനെ നമ്മൾ കൺക്ലൂസീവായിട്ട് ട്രീറ്റ് ചെയ്യില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആറാമതായിട്ട് where it sustains a claim founded on breach of any law enforced in India. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഫോറിൻ കോർട്ട് ഒരു പെർട്ടിക്കുലർ ജഡ്ജ്മെന്റ് പാസ്സാക്കിയിട്ടുണ്ടാവുമായിരിക്കും. ആൻഡ് ആ ഒരു ജഡ്ജ്മെന്റ് വഴി ഈ ഒരു പാർട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യം ക്ലെയിം ചെയ്യാനുള്ള അധികാരമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. സോ ആ ഫോറിൻ സ്റ്റേറ്റിൽ അതല്ലെങ്കിൽ ആ ഫോറിൻ കൺട്രിയിൽ ആ ഒരു ക്ലെയിം ചിലപ്പോൾ അഡ്മിസിബിൾ ആയിരിക്കും. ബട്ട് ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് ഇന്ത്യയിലുള്ള ലോ ആ ഒരു പെർട്ടിക്കുലർ ക്ലെയിം കൈവശം വെക്കാനോ അതല്ലെങ്കിൽ അനുഭവിക്കാനോ സമ്മതിക്കുന്നില്ല. അതായത് ഫോറിൻ ജഡ്ജ്മെന്റ് വഴി കിട്ടിയിട്ടുള്ള ക്ലെയിം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ലോനെ ബ്രീച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൺക്ലൂസീവായിട്ട് ട്രീറ്റ് ചെയ്യില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ യൂസിങ് ഓഫ് മരിജ്വാന ABC കൺട്രിയിൽ അലൗഡ് ആയിരിക്കാം. ബട്ട് XYZ കൺട്രിയിലോട്ട് വരുന്ന സമയത്ത് അതിവിടെ അതിൻ്റെ യൂസേജ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. സോ അങ്ങനെ വരുന്ന സമയത്തും ആ ഒരു പെർട്ടിക്കുലർ ഫോറിൻ കൺട്രി പാസ്സാക്കിയിട്ടുള്ള ആ ഒരു ജഡ്ജ്മെന്റിനെ നമ്മൾ കൺക്ലൂസീവായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ കൺട്രിയിൽ ട്രീറ്റ് ചെയ്യില്ല. സോ സെക്ഷൻ 13 അണ്ടറിൽ പറഞ്ഞിട്ടുള്ള 6 കണ്ടീഷൻസ് ഇതൊക്കെയാണ്. അതായത് ഒന്ന് ഇൻകോമ്പിറ്റന്റ് ജൂറിസ്ഡിക്ഷൻ വഴി ഏതെങ്കിലും ഒരു ജഡ്ജ്മെന്റ് പാസ്സാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മെറിറ്റ്സ് ഓഫ് ദ കേസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഫോറിൻ ജഡ്ജ്മെന്റ് പാസ്സാക്കിയിട്ടുള്ളതെങ്കിൽ അതല്ലെങ്കിൽ ഇന്ത്യൻ ലോനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലോ അതല്ലെങ്കിൽ ഇന്റർനാഷണൽ ലോനെ തെറ്റായിട്ടുള്ള രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ നാച്ചുറൽ ജസ്റ്റിസിന് എതിരായിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ജഡ്ജ്മെന്റ് പാസ്സാക്കിയിട്ടുള്ളതെങ്കിലോ അതല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ഫ്രോഡ് വഴിയാണ് ഒരു പാർട്ടി ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളതെങ്കിലോ അതല്ലെങ്കിൽ ഈ ഫോറിൻ ജഡ്ജ്മെന്റിൽ വഴി കിട്ടിയിട്ടുള്ള ക്ലെയിം നമ്മുടെ ഇന്ത്യൻ ലോനെ ബ്രീച്ച് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിലോ ഈ ഫോറിൻ ജഡ്ജ്മെന്റിനെ നമ്മൾ കൺക്ലൂസീവായിട്ട് ട്രീറ്റ് ചെയ്യില്ല. അതർവൈസ് ആ ഒരു ഫോറിൻ ജഡ്ജ്മെന്റ് റെസ് ജുഡിക്കാറ്റ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യില്ല. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 14 ആണ്. അതായത് പ്രിസംഷൻ ആസ് ടു ഫോറിൻ ജഡ്ജ്മെന്റ്. അതായത് ഒരു ഫോറിൻ വിധിയുടെ സർട്ടിഫൈഡ് കോപ്പി ആണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഡോക്യുമെന്റ് ഒരു കോടതിയുടെ മുൻപാകെ ഹാജരാക്കുന്ന സമയത്ത് അവിടെ കോടതി പ്രസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോമ്പീറ്റന്റ് ജൂറിസ്ഡിക്ഷൻ ഉള്ള ഫോറിൻ കോർട്ട് തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ജഡ്ജ്മെന്റ് പ്രൊനൗൺസ് ചെയ്തിട്ട് ഉള്ളത് എന്നുള്ളതാണ്. ആൻഡ് ഇപ്പൊ പ്രൂവ് ചെയ്യാൻ പറ്റുകയാണ്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ വിധി പാസ്സാക്കിയിട്ടുള്ളത് ഒരു ഇൻകോമ്പിറ്റന്റ് കോർട്ടാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പ്രിസംഷനെ ഡിസ്പ്ലേസ് ചെയ്യാവുന്നതാണ്. അതായത് അവിടെ പ്രൂവ് ചെയ്യണം. അതായത് ഒരു ഇൻകോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരു കോർട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ വിധി പാസ്സാക്കിയിട്ടുള്ളത് എന്നുള്ളത്. അൺലെസ് കോടതി പ്രസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ വിധി പാസ്സാക്കിയിട്ടുള്ളത് ഒരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ കോർട്ട് തന്നെ ആണ് എന്നുള്ളതാണ്. നരസിംഹറാവു വേഴ്സസ് വെങ്കടലക്ഷ്മി എന്നുള്ള കേസിൽ നമ്മുടെ സുപ്രീം കോർട്ട് ഹെൽഡ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഫോറിൻ കോടതിയുടെ ഡിഗ്രിയുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഹാജരാക്കുന്നത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് അമേരിക്കയിൽ നിന്ന് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.